ഹായ്, ഇന്ന് ഡേ 3 ആണ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബാറ്റിംഗ് ഗ്രിപ്പ് എടുക്കുന്ന സമയത്ത് വരുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ലാസ്റ്റ് ഡേയിൽ നമ്മൾ ബാറ്റിംഗ് ഗ്രിപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്ന കാര്യം നമ്മുടെ ബോട്ടം ഹാൻഡിൻ്റെ ഗ്രിപ്പിൻ്റെ കാര്യമാണ്. ബോട്ടം ഹാൻഡിൻ്റെ ഗ്രിപ്പ് ഒരുപാട് പേര് ബാറ്റിംഗ് സ്റ്റാൻസ് നിൽക്കുന്ന സമയത്ത് ബാറ്റിൻ്റെ ഫേസ് ക്ലോസ് ആയിട്ടിരിക്കുകയും അത് മാത്രമല്ല ഷോട്ട് കളിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒരു ഡയറക്ഷനിലേക്ക് അടിക്കാൻ നോക്കുമ്പോൾ ബോൾ വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരു പ്രോബ്ലം ഒരുപാട് പേർക്കുണ്ട്. അതിന് കോമൺ ആയിട്ട് വരുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോട്ടം ഹാൻഡിൻ്റെ ഗ്രിപ്പ് പിടിക്കുന്നത് നമ്മൾ പറഞ്ഞു സ്പ്ലൈസിൻ്റെ ലൈനിലാണെന്നുള്ളത്. പക്ഷെ അത് സ്ലൈറ്റ്ലി ഔട്ടർ സൈഡിലേക്ക് തിരിഞ്ഞ് കുറച്ചും കൂടി നീങ്ങി ഗ്രിപ്പ് പിടിച്ചാലും അത് കറക്റ്റാണ്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളുടെ ഇന്നർ എഡ്ജിൻ്റെ സൈഡിലേക്ക് ബോട്ടം ഹാൻഡിൻ്റെ ഗ്രിപ്പ് തിരിഞ്ഞ് നിങ്ങൾ ഗ്രിപ്പ് പിടിക്കാൻ പാടില്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്റ് ഫേസ് എപ്പോഴും ക്ലോസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്നർ സൈഡിലേക്ക് ബാറ്റ് എത്രത്തോളം തിരിയുന്നോ അത്രത്തോളം നിങ്ങളുടെ ബോട്ടം ഹാൻഡിൻ്റെ തം ഫിംഗർ മുകളിലേക്ക് വരും. മുകളിലേക്ക് ഇപ്പം ഞാൻ ബാറ്റിൻ്റെ ഗ്രിപ്പ് തെറ്റിച്ചാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ ബോട്ടം ഹാൻഡിൻ്റെ തം ഫിംഗർ മുകളിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഗ്രിപ്പ് കറക്റ്റായിട്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തം ഫിംഗർ നിങ്ങൾ സ്റ്റാൻസ് നിൽക്കുമ്പോൾ തം ഫിംഗർ എപ്പോഴും ഗ്രൗണ്ടിലേക്ക് ഫേസ് ചെയ്തായിരിക്കും നിൽക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബോട്ടം ഹാൻഡിൻ്റെ ഗ്രിപ്പ് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. ഇതാണ് ഈ മിസ്റ്റേക്സ് ശരിയാക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. രണ്ടാമതായിട്ട് വരുന്ന ഒരു പ്രോബ്ലം, ബാറ്റ് പിടിക്കുമ്പോൾ ഒരുപാട് പേര് ഇപ്പം ചെറിയ കുട്ടികളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. കാര്യം അവർക്ക് അവരുടെ സ്ട്രെങ്ത്തിനൊത്ത ബാറ്റ് കിട്ടാതെ വരുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയ ബാറ്റൊക്കെ കിട്ടുന്ന സമയത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ബാറ്റിൻ്റെ ഹാൻഡിൽ ഗ്യാപ്പ് ഇട്ട് പിടിക്കുക. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് പിടിക്കുമ്പോൾ വരുന്ന കോമൺ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇട്ട് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്കിത് ബാറ്റിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഡോമിനൻറ്റ് ഹാൻഡ് ആയിട്ടുള്ള ബോട്ടം ഹാൻഡ് വെച്ചിട്ട് ഇവർ ഷോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും. നമ്മൾ സെക്കൻഡ് ഡേയിൽ ഗ്രിപ്പ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ബോത്ത് ഹാൻഡ് മിഡിൽ ഓഫ് ദി ഹാൻഡിലായിരിക്കണം. അത് മാത്രമല്ല ബോട്ടം ഹാൻഡിൻ്റെ ഡ്യൂട്ടി പവർ പ്രൊവൈഡ് ചെയ്യുക, കൺട്രോൾ ടോപ്പ് ഹാൻഡ് ആണ് ചെയ്യണമെന്നുള്ളത്. ഇതിൽ കുട്ടികൾ ഗ്യാപ്പ് ഇട്ട് പിടിക്കുന്ന സമയത്ത് ബോട്ടം ഹാൻഡ് ഷോട്ടിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് താഴെ കൂടെ കളിക്കേണ്ട ഡ്രൈവ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബോൾ മുകളിലേക്ക് പോയി ക്യാച്ച് ഔട്ട് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ബോട്ടം ഹാൻഡിൻ്റെ കൺട്രോൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 2 കൈയും കറക്റ്റായിട്ട് ചേർത്ത് പിടിക്കണം. അതിൻ്റെ കൂടെ തന്നെ ബോട്ടം ഹാൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണം. ബോട്ടം ഹാൻഡിൻ്റെ പാം സ്റ്റാൻസിൽ നിൽക്കുമ്പോൾ ഓപ്പൺ ആണ്, പാം ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ഗ്രിപ്പ് പിടിക്കുക. ഇത് ക്ലോസ് ആക്കി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടം ഹാൻഡിൻ്റെ എഫേർട്ട് ഓട്ടോമാറ്റിക്കലി ഷോട്ട്സിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. എപ്പോഴും കൈ മിഡിൽ ഓഫ് ദി ഹാൻഡിലായിട്ട് പിടിക്കുക. മാക്സിമം 2 കൈയുടെ ഡിസ്റ്റൻസ് ഒരു 1 ഫിംഗർ ഗ്യാപ്പേ വരാവൂ. ഈ പോയിന്റുകൾ ശ്രദ്ധിച്ച് ബാറ്റിംഗ് ഗ്രിപ്പ് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും.